പോയി കാണുമല്ലേ, കാരണം ഞാൻ കുറേ നാളുകൊണ്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല. കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ചില്ലറ കണ്ടതൊന്നും എനിക്ക് കിട്ടിയില്ല. ഇന്ന് ഞാൻ വന്നിട്ടില്ല വേറെ ഒരു കാര്യത്തിനാണ്. എൻ്റെ സ്കൂളിൽ പോകുന്നതിന് ഞാൻ ബാഗിലെല്ലാം വെക്കുന്നതെല്ലാം വീഡിയോയ്ക്ക് വേണ്ടിയായിട്ട് ഞാൻ ഇങ്ങൊന്നുമില്ല. പിന്നെ സ്കൂളിൽ വന്ന് ഞാൻ 6 ദിവസം പോയി. എനിക്ക് ഫസ്റ്റ് ബാച്ച് കിട്ടിയത്, സെക്കൻഡ് അല്ല ഫസ്റ്റ് ബാച്ച് എനിക്ക് കിട്ടിയത്. കഴിഞ്ഞ വട്ടം പോയപ്പോൾ ചൊവ്വാഴ്ച വരെ ഉള്ളായിരുന്നു. ദീപാവലി ആയതുകൊണ്ട് സെക്കൻഡ് ബാച്ച് ആൾക്കാർക്ക് 2 ദിവസമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് തിങ്കളും ചൊവ്വയും ഉള്ളായിരുന്നു. എന്തുവാലും ഇനി നമുക്ക് എന്തൊക്കെയാണ് എന്ന് കാണാം. കുട്ടാപ്പി ഇങ്ങോട്ടാതെ ഇരുത്തിട്ട് ഞാൻ പിന്നെ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതുകൂടി കാണിക്കാം. ഒരു കപ്പ്, ഇത് മായി ചേച്ചി തന്നെയാണ് ഒരു കപ്പ്. ഇത് കുഞ്ഞാഞ്ഞി തന്ന ഒരു ഗിഫ്റ്റ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ചോക്ലേറ്റ്സ് കിട്ടി, പിന്നെ കുറേ വെള്ളയ്ക്ക കിട്ടി. എനിക്ക് അവളെ എന്നെ ആ ട്യൂഷൻ വീട്ടിൽ വിളിക്കുന്ന വെള്ളയ്ക്കാപ്പുറത്തു നിന്നാണ്. ഇത് ട്യൂഷൻ വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ. പിന്നെ ഇവിടുത്തവരും പിന്നെ സീതയൊക്കെ തന്നെയാണ്, അത് പറയാൻ ഞാൻ പറഞ്ഞത്. ഇത് സീതയൊക്കെ എനിക്ക് ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റാണ്. ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇത് എൻ്റെ പൗച്ച്. ഈ പൗച്ച് നമുക്ക് പുറത്തോട്ട് എടുക്കുമ്പോൾ ഇതല്ല, ഇത് എൻ്റെ പൗച്ചാണ്. ഇത് ഇന്നലെ ഉണ്ണിച്ചേട്ടൻ വാങ്ങിച്ചു പൗച്ചാണ്. ഇതില് ഇത്രയും വലിയ കുറേ സാധനങ്ങൾ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു അറയുണ്ട്. പിന്നെ കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കണ്ണാടിയുണ്ട്, ഉടുപ്പുണ്ട്, മുടി കെട്ടിയിട്ടുണ്ട്. നല്ല പറയാ, നല്ല പൗച്ച. ഇത് സിരക്കട പൗച്ച്. ഇതാണ് വലിയ എൻ്റെ പൗച്ച എപ്പോഴും നോക്കാം അല്ലേ. ഇതിന് അത്ര ഉള്ളൂ. ഇതുണ്ട്, ഇതിന് കണ്ണാടിയുണ്ട്, ഡ്രസ്സുണ്ട്. എൻ്റെ പൗച്ചല്ലേ. ഇതാണ് നല്ലത്. ഇതാണോ നല്ലത് നിങ്ങൾ കമന്റ് ചെയ്യണേ. ഇത് എൻ്റെത്, ഇത് സീരാക്കണത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് എന്തുവാ, കുറേ പേനകൾ, പെൻസിലുകൾ. ഇതൊക്കെ എനിക്ക് എല്ലാ സീരാക്കട പൗച്ചിലും എൻ്റെ പൗച്ചിലും കറക്റ്റ് അളവിന് വെക്കണം. പിന്നെ ക്രയോൺസ്, എനിക്ക് സ്കൂൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ്. ക്രയോൺസ്, സാനിറ്റൈസർ കൊണ്ടുപോകണ്ട, കാരണം ഞാനത് പറയാൻ വേണ്ടി സാനിറ്റൈസർ എടുത്ത് വെച്ചാണ്. സാനിറ്റൈസർ കൊണ്ടുപോകണ്ട കാരണം ഇപ്പം ഞങ്ങൾ കൊച്ചു പിള്ളേരാണ്. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞു നിങ്ങൾ കയ്യിൽ തേക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ വല്ലതും വീഴും, അതുകൊണ്ട് ടീച്ചർ തേച്ചത്. അതുകൊണ്ട് സാനിറ്റൈസർ കൊണ്ടുപോകണ്ട. നെക്സ്റ്റ് കട്ടറും ഇറേസറും സ്കെയില് എനിക്ക് പടമൊക്കെ ടീച്ചർ പടമൊക്കെ വരയ്ക്കും. അപ്പം എനിക്ക് കറക്റ്റ് ലെവലിലൊക്കെ വരയ്ക്കുകയാണെങ്കിൽ സ്കെയില്, കട്ടർ എപ്പോഴും നമുക്ക് വേണം. ഇറേസർ. നെക്സ്റ്റ് കുപ്പി, അതായത് ഞാനല്ല ചെറിയ കുപ്പി കൊണ്ടുപോകണ്ടേ, സീതക്കയല്ലേ വലിയ കുപ്പി കൊണ്ടുപോട്ടെ. അതായത് ഞാൻ ചെറിയ കുട്ടി, സീതക്ക വലിയ കുട്ടി. പക്ഷേ ഇത് സീതക്കുള്ളതാണ്. സീതക്ക വെള്ളം കുടിക്കില്ല. ഞാൻ ഇതിൽ കൊണ്ടുപോയേനെ. എനിക്ക് ഒരു ദിവസം സ്കൂളിൽ 9:30 തൊട്ട് 1 മണി വരെ ഇത്രയും വെള്ളം മതി. പക്ഷേ എനിക്ക് കൈ കഴുകണം, വാ കഴുകണം, പ്ലേറ്റ് കഴുകണം. അപ്പോൾ ഇത്രയും വെള്ളം തികയില്ല. അതുകൊണ്ട് ഞാൻ ഈ കുപ്പിയാണ് കൊണ്ടുവന്നത്. സീതയ്ക്ക് ഈ കുപ്പി അത് ഇങ്ങോട്ട് വെക്കാമല്ലോ. നെക്സ്റ്റ് ഇത് ഞങ്ങൾക്ക് കിൻഡർ ജോയുടെ കൂടെ സീതയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ഞാൻ മിക്കവാറും എന്തായാലും എനിക്ക് നേരെയാക്കാൻ പറ്റത്തില്ല. ഇത് നശിപ്പിച്ച് ഞാൻ എന്തായാലും സീതാക്കളെ നമുക്ക് നല്ല സോളം വഴറ്റി വെക്കാം. ഇത് കട്ടർ, ഇതിലേത് എൻ്റെ കട്ടർ, ഇതെൻ്റെ കട്ടർ. ഇതുണ്ടോ, 2 കോഴിക്കുട്ടികളുണ്ട്. കോഴിക്കുട്ടികൾ തമ്മിൽ വഴറ്റി. കോഴിക്കുട്ടികളുടെ അകത്ത് കട്ടറുണ്ട് കേട്ടോ. 2 പേരുടെ അതേപോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നെക്സ്റ്റ് എന്താ, ഇറേസർ. ഇത് ഇന്നലെ സീതയ്ക്ക് വാങ്ങിച്ച ഇറേസറാണ്. ഇതുണ്ട്, സീതയ്ക്ക് വാങ്ങിച്ച പച്ച ഇറേസർ, ഗ്രീൻ ഇറേസർ. ഇനി നമുക്ക് പിന്നെ എൻ്റെ ബുക്കുകൾ എടുക്കട്ടെ. ഇത് എൻ്റെ ഏത് ബുക്കാണ്? ഇതെൻ്റെ സയൻസിൻ്റെ ബുക്ക്. കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് സയൻസിൻ്റെ ബുക്ക്.
ഇത് മാത്സിൻ്റെ ബുക്ക്, ചെറിയ ബുക്കാണ് മാത്സിൻ്റെ ബുക്ക് ഒത്തിരി എഴുതിയിട്ടുണ്ട്. 19 പേപ്പർ എഴുതിയിട്ടുണ്ട്, ഇത്ര എഴുതിയിട്ടുണ്ട് മാത്സിൻ്റെ ബുക്ക്. അങ്ങനെ പിന്നെ എന്തോത്തിനല്ല ഇങ്ങനെ പറയുന്നത്, ഞാൻ ഇങ്ങനെ ബുദ്ധിസ്റ്റാണ്ട് പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പിന്നെ ടേസ്റ്റ്, എനിക്ക് ബുക്കൊന്നും കൊണ്ടുപോകണ്ട, കാരണം നമ്മളെല്ലാം കൂടെ വലിച്ച് വാരി ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഒത്തിരി വെയിറ്റ് താങ്ങണ്ട. ഇതാകുമ്പോൾ വെയിറ്റ് ഒന്നും താങ്ങണ്ട. 4 ടെക്സ്റ്റും ഒരു റഫ് ബുക്കും കൊണ്ടുപോയാൽ പോരെ. അപ്പം എന്തേലും ടീച്ചർ പറഞ്ഞാൽ അത് വേഗം റഫ് ബുക്കിലോട്ട് എഴുതി എടുത്തിട്ട് വീട്ടിൽ വരുമ്പോൾ എഴുതിയെടുക്കാമല്ലോ. ഇതെൻ്റെ ഡോണാജിയുടെ ബാഗാണ്. ഇതെനിക്ക് പ്രിയാൻ്റെ വാങ്ങിച്ചത്, ഞാൻ അതുകൂടി പറയണ്ടേ. പ്രിയാൻ്റെ എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചത് ഞാൻ. അല്ല പ്രിയാൻ്റെക്ക് വിഷമമായി പോയി. നെക്സ്റ്റ് ഇതെല്ലാം എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ ബാഗിലെല്ലാം കീറ്റി വെച്ചു, കാരണം നിങ്ങളെ കാണിച്ച് കുറേ നേരം ബോറടിപ്പിക്കൊന്നും വേണ്ട. ഇപ്പം തന്നെ 7 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബോറൊക്കെ അടിക്കില്ലേ? എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ബൈ.